മുട്ട വളരെയധികം നല്ലതാണെന്ന് നമുക്കറിയാം. പ്രതിരോധ ശക്തി വളരെ നല്ലതാണ്, കണ്ണിന് വളരെയധികം നല്ലതാണ്. വളരുന്ന കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അതുപോലെ അവരുടെ ശാരീരികമായിട്ട് വളർച്ചയ്ക്കും ഒക്കെ വളരെയധികം നല്ലൊരു സാധനമാണ് മുട്ട. ദിവസവും മുട്ട ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്? മുട്ട നമ്മൾ ഓംലെറ്റ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്, അതോ പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത്? ഒന്ന് നമുക്ക് നോക്കാം. മുട്ട എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ട്? അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഒരു മുട്ടയ്ക്കകത്ത് ഏകദേശം 6 ഗ്രാമാണുള്ളത്. കാർബോഹൈഡ്രേറ്റ് 0, ഒട്ടുമില്ല. പക്ഷെ ഫാറ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മുട്ട ഓംലെറ്റാണ് കഴിക്കുന്നതെങ്കിൽ അവിടെ 10 ഗ്രാമാണ്. നമ്മളൊരു 5 ml ഓയിലാണ് അവിടെ ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ 10 ഗ്രാമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ടുന്ന കൊഴുപ്പ്. അതേസമയത്ത് നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് കഴിക്കുന്നതെങ്കിൽ അവിടെ 5 ഗ്രാം ഫാറ്റ് മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ. ഓംലെറ്റിലുള്ള കാലറി എന്ന് പറയുമ്പോൾ ഏകദേശം 117 കാലറിയാണ്. പക്ഷേ നമ്മുടെ സാധാരണ പുഴുങ്ങിയ മുട്ടയിൽ 90 അടുപ്പിച്ച് മാത്രമേ അതിൻ്റെ അകത്ത് കാലറി ഉള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ, നമുക്ക് കുട്ടികൾക്കൊക്കെ ഓംലെറ്റൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മുതിർന്നവരും വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. പക്ഷേ എന്നും നമ്മൾ ഓംലെറ്റ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് കാലറി കൂടുതലും